റെഡി 1 2 3 അങ്ങനെയല്ല കൊച്ചേ. റെഡി 1 2 3 റെഡി പൊങ്ങി 1 2 3 സ്റ്റാർട്ട്. ഫോട്ടോ ജോയിൻ ചെയ്യുന്നുണ്ടോ? ഗൈസ് സബർ ചെയ്യും. ഡാൻസ് ഒന്നും എടുത്തില്ലല്ലോ. എന്റെ തമ്പുരാനെ, ഇത് എന്നതാ? വെള്ളച്ചാട്ടം നോക്കാം. ഒരു വെറൈറ്റി അനുഭവമായിരുന്നു. പാമ്പാടൻ ഷോല നാഷണൽ പാർക്കിൽ കൂടി ഇപ്പൊ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത്. ഞങ്ങൾ എവർലാസ്റ്റിങ്ങിന്റെ ഫ്ലവർ ഇങ്ങനെ വഴി കണ്ടപ്പോ പറിച്ച കേട്ടോ. അപ്പൊ നമ്മുടെ വട്ടവടയിലെ ഒരു തണുത്ത പുതുപുലരിയും കൂടെ വന്നു ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 6:45 സമയമൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളെ പുറത്തോട്ടൊന്നും ഇറങ്ങാം, മഴയൊന്നുമില്ല, നല്ല രസമാണ്. തണുപ്പ് ഭയങ്കരമാണ് കേട്ടോ. എൻ്റെ കണ്ണിൽ കൂടെ ഒക്കെ വെള്ളപ്പരിയാണ്. അതൊന്ന് പോയി നോക്കാം. സുഖകരമായ കാലാവസ്ഥയും മനോഹരമായ പ്രകൃതിയും ഇതാണ് ഓരോ സഞ്ചാരിയും വട്ടവടയിലേക്ക് ആകർഷിക്കാനുള്ള ഒരു പ്രധാന കാരണം തന്നെ. കേരളത്തിന്റെ പശ്ചിമഘട്ടത്തിലെ പച്ചപുതച്ച താഴ്വരകളിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തസുന്ദരമായ ഗ്രാമമാണ് വട്ടവട. പ്രശാന്തമായ ഭൂപ്രകൃതിക്കപ്പുറം തനതായ കൃഷി രീതികൾക്കും പേരുകെട്ട നാടാണ്. വട്ടവടയിൽ ഓരോ പ്രകൃതി ദൃശ്യം കാണുമ്പോഴേക്കും ഏതോ ചിത്രകാരന്റെ ക്യാൻവാസിൽ പകർത്തിയ മനോഹരമായ ഒരു ഭൂമിയുടെ ചിത്രമാണോ എന്ന തോന്നൽ ഓരോ സന്ദർശകരിലും ഉണ്ടാക്കും. മനോഹരമായ ഒരു കാടാണ് കേട്ടോ. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു ഗ്രാമമാണ് വട്ടവട. ഇടുക്കി ജില്ലയിലെ മൂന്നാറിന് സമീപം തമിഴ്നാടിന്റെ അതിർത്തിയിലാണ് വട്ടവട സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും സമുദ്രനിരപ്പിൽ നിന്ന് 8000 അടി മുകളിലാണ് ഈ വട്ടവട എന്ന് പറഞ്ഞ സ്ഥലം. കേരളത്തിലെ തന്നെ ഏറ്റവും കൃഷി ചെയ്യുന്ന ഒരു സ്ഥലവും കൂടെയാണ്. അപ്പം ഇവിടെ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്ന സ്ട്രോബെറി, ഓറഞ്ച്, ആപ്പിള്, പേരയ്ക്ക ഇങ്ങനത്തെയൊക്കെയാണ്. അപ്പം കേരളത്തിൻ്റെ വിപണി എന്ന് പറയുന്നത് തന്നെ ഈ വട്ടവടയാണ് കേട്ടോ. എനിക്കറിയാമല്ല, ഇതുപോലൊരു സ്ഥലമൊക്കെ ആൾക്കാരൊക്കെ ഒന്ന് വന്ന് കാണണം. അത്രയും സുന്ദരമെന്ന് തന്നെ പറയാം. തണുപ്പും ഇതെല്ലാം കൂടെ ചേർന്നൊരു സ്ഥലം, പച്ചപതിച്ചിരിക്കുന്ന സ്ഥലമില്ലേ. ഇത് പീച്ചാണ് കേട്ടോ, പീച്ച്. ഇത് ആപ്രിക്കോട്ട് ഇല്ല, ആപ്രിക്കോട്ട് ഇതുണ്ടോ, ആപ്രിക്കോട്ടാണ്, ആപ്രിക്കോട്ടാ. പിന്നെ അവോക്കാഡോ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടായിരുന്നു കേട്ടോ. കാരണം എന്ത് ഭംഗിയാന്ന് നോക്കിയത്, വയലറ്റ് പൂ കാണാനായിട്ട്. അതായത് നല്ല വയലറ്റ് 2 കളറുണ്ടല്ലേ. എന്ത് ഭംഗിയാന്ന് നോക്കിയ കാണാൻ. ഇവിടെ ഒരു സുന്ദരമായ ഒരു വീടിന്റെ മുന്നിലാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങനെ ചുറ്റും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞില്ലേ, ശരിക്കും പറഞ്ഞാൽ കൃഷിയുടെ ആണ് കാണാൻ പറ്റുന്നത്. എന്ത് ഭംഗിയാന്നൊക്കെ കണ്ട്. ഇതിനൊക്കെ എങ്ങനെയാ പറയുന്ന അറിയത്തില്ല. നമുക്ക് ഈ കേരളത്തിലൊക്കെ ഇത്രയും സുന്ദരമായ സ്ഥലങ്ങളുണ്ടെന്ന് പറയുമ്പോഴേക്ക് എന്ത് ഭംഗിയായിക്കേ. പച്ചക്കറി തോട്ടങ്ങളാണ് വട്ടവടയിലെ പ്രധാന ആകർഷണം. തമിഴ്നാടിനോട് ചേർന്നാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ദൂരക്കാഴ്ചയിൽ തന്നെ വട്ടവട നമ്മുടെ ഹൃദയം കീഴടക്കും. എന്ത് രസം കാണാന്. കൃഷിയുടെ മൊത്തം കേട്ടോ, ഇങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്ന കൃഷിയുടെ കേട്ടോ.
രസമാണ്. അയ്യോ എനിക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് തിരിച്ചു പോകാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. പ്രത്യേകിച്ച് പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതേ കുറേ നേരം ഒന്ന് കെട്ടിപ്പിടിച്ചിരിക്കാൻ തന്നെ ഭയങ്കര ആഗ്രഹമാണ്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ രാവിലെ ആൾക്കാരെ ഒന്നും കാണാനില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഉല്ലസിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ എല്ലായിടത്തും കൂടെ. കിഡ്സിനൊക്കെ നല്ലതാണ്. നല്ല രസം ഇവിടെ കാണാം. ഇവിടെ അത് സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ളത്. എന്താ ഭംഗി കാണാം. ഭയങ്കര രസം കേട്ടോ. അയ്യോ നല്ല തണുപ്പ്, മഴയില്ലെന്നുള്ളതാണ്. എനിക്ക് സ്വിറ്റ്സർലൻഡ് പോലെ ഒരു പിങ്ക് ബേബി പിങ്കിന്റെ കണ്ണാറുള്ള ഒരു പൂക്കൾ വരുന്നു. എനിക്കൊരു സ്വിറ്റ്സർലൻഡ് വന്നിരിക്കുന്ന ഫീലിംഗ്. സുന്ദരമായ ഒരു വൈറ്റ് ഫ്ലവറാന്ന് നോക്കി. പ്രത്യേകിച്ച് മണമൊന്നുമില്ല കേട്ടോ. ഓ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ എന്താ എന്ത് രസം നോക്കി. അയ്യോ കാറ്റുണ്ടാ. അപ്പോൾ ക്രിസ് രാവിലെ കളിക്കാനായിട്ട് പ്ലേ ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് മണ്ണടിച്ച് നല്ല സൈഡ് കിട്ടില്ല. സബർജിലിന്റെ ഒരു മരമുണ്ട് കേട്ടോ. സബർജിൽ ഒന്ന് കാണിച്ച് ഗൈസ് സബർജിൽ ഫോട്ടോ എടുത്താൽ വരും. എന്റെ ഫസ്റ്റ് ആലു ബജി, കടലക്കറി, ഒരെണ്ണം
മേളിലേക്ക്. ആ മതി മതി. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഗെയിംസ് ഒക്കെ ഒന്ന് കളിച്ചു. അത് ഓക്കെ. ഇങ്ങോട്ട് കിടക്കാൻ പറ്റും. എല്ലാം പിടിച്ചോളൂ. അവക്കാടൊക്കെ പിടിച്ചോളൂ. പട്ടിയമ്പ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല. ക്യാമ്പ് നോയൽ റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാണ്. ബൈ. ബൈ. കേറ് കേറ്. കേറ് കേറ് കേറ്. അങ്ങനെ ക്യാമ്പ് നോയൽ റിസോർട്ടിലെ ഒരു മനോഹരമായ ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. വളരെ സുന്ദരമായ ഓർമ്മകളാണ് ഞങ്ങൾക്ക് പകർന്നു നൽകിയത്. അങ്ങനെ ഞങ്ങൾ ക്യാമ്പ് നോയൽ റിസോർട്ടിൽ നിന്ന് യാത്ര തിരിച്ചു. ഞങ്ങൾ എവർലാസ്റ്റിങ്ങിന്റെ ഫ്ലവർ ഇങ്ങനെ വഴി കണ്ടപ്പോ പറിച്ചു. അങ്ങോട്ട് കുറച്ചുകൂടി ഉണ്ട്, അപ്പുറത്തോട്ട് പോകുമ്പോ മതി മതി. കറക്റ്റ് തുറന്ന് നശിപ്പിക്കുന്നുണ്ടല്ലേ. നടന്നു വരും. മതിയമ്മ. സൂപ്പർ. കയറും കിട്ടി അമ്മ എവിടുന്നോ. അമ്മയോട് പറഞ്ഞാ പോരെ. അതിസുന്ദരമായ പ്രകൃതിയുടെ മായിക കാഴ്ചകളാണ് മൂന്നാർ അതിഥികളെ സ്വീകരിക്കുന്നതെങ്കിൽ വിവിധ നിറത്തിലുള്ള പച്ചക്കറികളും പഴങ്ങളുമാണ് വട്ടവടയിൽ എത്തുന്നവരുടെ മനസ്സ് നിറയ്ക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു സ്ട്രോബെറി ഫാമിലേക്ക് കയറുകയാണ്. സ്ട്രോബെറി ഫാമിലേക്ക് ഞങ്ങൾ പോവാണ്. ഇത് വലിയ ഫാമാണ് കേട്ടോ. ഇവിടെ കുറേ കൊച്ചു 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 ഫാമുകളും ഉണ്ട്, വലിയ ഫാമുണ്ട്. ഇതൊരു വലിയ ഫാമാണ് കേട്ടോ. പിന്നെ ഇതിവിടെ ഓഫ് റോഡുകാർ
ജീപ്പേയിൽ നമുക്ക് ഓഫ് റോഡ് ഉണ്ട്, പ്രൊവൈഡ് ഉണ്ട്, ഓഫ് റോഡ് റൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിനകത്ത് പോയിട്ടില്ല. നല്ല രസമാണ് കേട്ടോ. പക്ഷെ ഇതുണ്ടോ എന്തോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാമാന്ന് നോക്കി, മൊത്തം സ്ട്രോബെറി കേട്ടാ. The strawberry farm, big farm. സ്ട്രോബെറി സ്ട്രോബെറിയുടെ ഫ്ലവർ സാമ്പിള് കിട്ടി. പിന്നെന്താ പപ്പായ കൂടെ കാണിക്കണേ, ഇങ്ങോട്ട് കാണിക്കേ. ഞാൻ വൈൻ കുടിച്ചിട്ട് മോളെ ഒരു മാസമായില്ലേ? പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ വേണ്ടിയപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ഫാം കണ്ടപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറി കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു. ഒരു വെറൈറ്റി അനുഭവമായിരുന്നു. പാമ്പാടൻ ഷോല നാഷണൽ പാർക്കിൽ കൂടി ഇപ്പൊ യാത്ര ചെയ്തോണ്ടിരിക്കണം. ഭയങ്കര ഫീൽ കേട്ടാ.
കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനമാണ് പാമ്പാടുംശോല നാഷണൽ പാർക്ക്. ഇവിടെ പ്രകൃതിയുടെ വന്യത കണ്ടറിയുവാനും തൊട്ടറിയുവാനും മൂന്നാർ വന്യജീവി ഡിവിഷനും ഷോള നാഷണൽ പാർക്കും സഞ്ചാരികൾക്ക് സൗകര്യം ഒരുക്കി കാത്തിരിക്കുന്നു. ഷോള നാഷണൽ പാർക്കാ. നാട്ടുപോത്താടി ഇവിടെ പ്രകൃതി പഠന കേന്ദ്രം പാമ്പാടും ഷോല നാഷണൽ ദേശീയ ഉദ്യാനം. ഇങ്ങനെ പറഞ്ഞു പാമ്പാടും ഷോല നാഷണൽ ഉദ്യാനം. മടക്ക യാത്രയിൽ വീണ്ടും പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ഞങ്ങളങ്ങ് യാത്ര തുടർന്നു. കുറെ അങ്ങ് ചെന്നപ്പോഴേക്ക് ഞങ്ങൾക്ക് അങ്ങ് വിശന്നു. അങ്ങനെ ഞങ്ങൾ വഴിയരികിൽ നിന്ന് നൂഡിൽസ് വാങ്ങിച്ചു കഴിച്ചു. അത് മുട്ട സ്ക്രാമ്പിൾ ചെയ്യുന്നുണ്ട്. ചീരപ്പാറ നല്ല രസമുണ്ടല്ലോ കാണാൻ.